നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ ബോണ്ടിങ്, കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജൻ ബന്ധനം അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ കോവാലൻ ബോണ്ട് അങ്ങനെയുള്ളതൊക്കെ കുറേ നോക്കി, പിന്നെ അതുമായിട്ടും ബന്ധപ്പെട്ട കുറച്ച് റൂൾസുകൾ, നിയമങ്ങൾ അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്, ഹൈഡ്രജൻ ബന്ധനം. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്? അതായത് നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ, ഇതൊക്കെയാണ് നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ പറഞ്ഞ നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇവരൊരു സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലൻ ബോണ്ട് അല്ലെ, സഹസംയോജന ബന്ധം രൂപീകരിക്കുമ്പോൾ ഇവ ഒരു ഹൈഡ്രജൻ ആറ്റവുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോണുകൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് നീങ്ങുന്നു. ഇവിടെ എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇവിടെ ഹൈഡ്രജൻ ബന്ധനം എന്ന് പറയുന്നത് നോക്കുക, നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇവ ഒരു സഹസംയോജക ബന്ധം രൂപീകരിക്കാൻ, അതായത് കോവാലൻ ബോണ്ട് സഹസംയോജക ബന്ധം രൂപീകരിക്കുന്നതിനായി ഇവ എന്ത് ചെയ്യുന്നു? ഒരു ഹൈഡ്രജൻ ആറ്റവുമായി ബന്ധിപ്പിക്കപ്പെടുമ്പോൾ സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോണുകൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിനടുത്തേക്ക് നീങ്ങുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിനടുത്തേക്ക് നീങ്ങുന്നു. ഇങ്ങനെ ഭാഗികമായി പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ സമീപത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റവുമായി ഒരു ബന്ധനമുണ്ടാക്കുന്നു. ഇതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞത്? അപ്പൊ നമ്മൾ നോക്കുക, ഭാഗികമായ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ സമീപത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റവുമായി ഒരു ബന്ധനം ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ HF മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു ഹൈഡ്രജന് ഏതൊക്കെയാണ്? നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു HF മോളിക്യൂൾ എടുക്കുകയാണ്. HF മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു HF മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കി, ഇത് എന്താണ്? ഇവിടെ കോവാലൻ ബോണ്ടാണ് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണ് ഈ കാണിക്കുന്നത്. ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിൽ കോവാലൻ ബോണ്ട്, സഹസംയോജക ബന്ധനമാണ് ഇവിടെ കാണിക്കുന്നത്. കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഷെയറിങ് അല്ലെങ്കിൽ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന ബന്ധനമാണ് ഇത് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമാണ് ഉണ്ടാകുന്ന ബന്ധനമാണ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ഇലക്ട്രോണുകൾ ഷെയറിങ് അല്ലെ, ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടല്ല. ഇവിടെ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നത്, ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത് ഈക്വൽ ആയിട്ടല്ല ഷെയറിങ് നടത്തുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോൺ ഷെയറിങ് എങ്ങനെയാണ്? അവർ ഈക്വൽ ആയിട്ട് അവർക്ക് ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫ്ലൂറിന് ഹൈഡ്രജനേക്കാളും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഫ്ലൂറിൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഫ്ലൂറിൻ ഈ ഷെയർ ചെയ്യുന്ന ഇവർ രണ്ടുപേരും ഈക്വൽ ആയിട്ടല്ല ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നത്. അതായത് ഫ്ലൂറിൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഫ്ലൂറിന് ഒരു പാർഷ്യലി നെഗറ്റീവ് ചാർജ് അവിടെ ലഭിക്കുന്നു. ഫ്ലൂറിന് പാർഷ്യലി നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഹൈഡ്രജൻ പാർഷ്യലി പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു കോവാലൻ ബോണ്ടാണ് ഇവരുടെ ഇടയിൽ നടക്കുന്നത്. HF മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ കോവാലൻ ബോണ്ടാണ്, ഇലക്ട്രോൺ ഷെയറിംഗ് ആണ്. പക്ഷേ ഇവിടെ ഇലക്ട്രോണ് ഈക്വൽ ആയിട്ടല്ല ഇവർ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഫ്ലൂറിൻ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പയർ ടു ഹൈഡ്രജൻ വെച്ച് നോക്കുമ്പോൾ വളരെ
കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഫ്ലൂറിന് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്നു, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് ഈ ഫ്ലൂറിന് ഒരു പാർഷ്യലി നെഗറ്റീവ് ചാർജ് അവിടെ ലഭിക്കുന്നു. ഫ്ലൂറിന് പാർഷ്യലി നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പൊ ഇവിടെ ഹൈഡ്രജന് പാർഷ്യലി പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലൂറിൻ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ പാർഷ്യലി പോസിറ്റീവ് ചാർജും ആയിട്ട് അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഒരു സാമ്പിൾ ഓഫ് HF മോളിക്യൂൾ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് കുറേ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് ഉണ്ടാകും. ഒരു സാമ്പിൾ ഓഫ് HF മോളിക്യൂൾ, ഇവിടെ ഒരു HF മോളിക്യൂൾ ഉണ്ടാകും, ഇവിടെ ഒരു HF മോളിക്യൂൾ ഉണ്ടാകും, അങ്ങനെ കുറേ HF മോളിക്യൂളുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ചാർജ് എഴുതിക്കുക. ചാർജ് പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ ഒരു സാമ്പിൾ ഓഫ് HF മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് ഇവിടെ ഉണ്ടാകും. ഇനി നോക്കിയേ, അപ്പോൾ എന്താണ് ഇവിടെ ഇവർ തമ്മിൽ, ഇത് നമ്മൾ പറഞ്ഞ ഏതാണ്, കോവാലൻ ബോണ്ടാണ്. ഈ ഫ്ലൂറിൻ ഇവിടെ തൊട്ടടുത്തുള്ള നെയ്ബറിങ് ഹൈഡ്രജനുമായിട്ട്, ഫ്ലൂറിൻ തൊട്ടടുത്ത് കിടക്കുന്ന നെയ്ബറിങ് ഹൈഡ്രജനുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നു. അതായത് ഇവർ തമ്മിൽ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്താണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഇവർ തമ്മിൽ, HF മോളിക്യൂൾ തമ്മിൽ ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേതാണ്, ഹൈഡ്രജൻ ബന്ധനമാണ്, ഹൈഡ്രജൻ ബോണ്ടിങ്, DROGN, ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് ഏത് ബോണ്ടിങ് ആണ്, സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടാണ്. ഇവിടെ ഇത് കോവാലന്റ് ബോണ്ടിങ് കണ്ടോ, ഇവിടെ HF മോളിക്യൂൾ കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്, ഒരു സാമ്പിൾ ഓഫ് HF മോളിക്യൂൾ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഹൈഡ്രജൻ HF മോളിക്യൂൾസ് ഉണ്ടാകും. അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നോക്കുക, ഈ ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലേ. മോർ ഇലക്ട്രോനെഗറ്റീവായ ഫ്ലൂറിൻ നൈബറിംഗ് ആയിട്ടുള്ള ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഫ്ലൂറിൻ നൈബറിംഗ് ഹൈഡ്രജനുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ജസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അവർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നില്ല, ജസ്റ്റ് അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിലുള്ള ഈ ബന്ധനത്തിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. നോക്കിയേ, ഭാഗികമായ പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജൻ മോളിക്യൂള് സമീപത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റവുമായി ഒരു ബന്ധനം ഉണ്ടാക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കാണിക്കാനുള്ള വര എന്ന് വെച്ചാൽ ഇടവിട്ടുള്ള വരയാണ്. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറയുന്നത്, ഇടവിട്ടുള്ള വര. എന്നാൽ കോവാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള വരയായിരിക്കും, അതിന് ബ്രേക്ക് ഒന്നുമില്ല, നേരെ ഡയറക്റ്റ് കട്ടിയുള്ള വരേനെയാണ് ഇങ്ങനെ കോവാലന്റ് ബോണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഹൈഡ്രജൻ ബോണ്ടിങ് കോവാലന്റ് ബോണ്ടിന് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ദുർബലമാണ്, വീക്കറാണ്, ഒരു വീക്കർ ഫോഴ്സ് ആണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു വീക്കർ ഫോഴ്സ് ആണ്. കോവാലന്റ് ബോണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു വീക്കറാണ്, വളരെ ദുർബലമാണ്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ മൂല്യം ഖരാവസ്ഥയിൽ ഏറ്റവും കൂടുതലും വാതകാവസ്ഥയിൽ ഏറ്റവും കുറവുമായിരിക്കും. എന്താണ്, ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ മൂല്യം ഖരാവസ്ഥയിൽ ഏറ്റവും കൂടുതലും വാതകാവസ്ഥയിൽ ഏറ്റവും കുറവുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നാണ് നോക്കിയത്. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. നോക്കാം, അന്തർ തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം. ഒന്നാമത്തേതാണ് അന്തർ തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം, ആന്തര തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ അന്തർ തന്മാത്ര, അതായത് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്? ഇത് നോക്കാം, ആന്തര തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് നോക്കാം, ഇന്റർമോളിക്കുലാർ ആണ്. ഇന്റർമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംയുക്തത്തിന്റെ
സംയുക്തങ്ങളുടെയോ വ്യത്യസ്ത സംയുക്തങ്ങളുടെയോ രണ്ട് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുണ്ടാകുന്ന ബന്ധനമാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ, ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ട്. ഇന്റർ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പല പല സ്കൂളുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ. അതായത് പല പല സ്കൂളുകളുമായിട്ടുള്ള കോമ്പറ്റീഷൻ. ഇവിടെ നോക്കിയാൽ പല പല വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുണ്ടാകുന്ന ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ അന്തർ തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം. അപ്പൊ നോക്കുക, ഇന്റർ എന്ന് പറഞ്ഞാൽ പല പല തന്മാത്രകളുമായിട്ടുള്ള ബന്ധനമാണ്. നോക്കുക, ഒരു സംയുക്തത്തിന്റെയോ വ്യത്യസ്ത സംയുക്തങ്ങളുടെയോ രണ്ട് വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുണ്ടാകുന്ന ബന്ധനമാണ് അന്തർ തന്മാത്ര ബന്ധനം അല്ലെങ്കിൽ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇത് തന്നെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇതിവിടെ നോക്കുക, ഇത് നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്ന എക്സാമ്പിൾ പറഞ്ഞു. ഒരു സാമ്പിൾ ഓഫ് HF മോളിക്യൂൾ ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൂറിൻ തൊട്ടടുത്തുള്ള ഹൈഡ്രജനുമായിട്ട് എന്താണ് ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. അതിനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ ആണ്. ഇത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ഇത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എക്സാമ്പിൾ ആണ്. ഇത് നോക്കാം, ഇൻട്രാമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സ്കൂളിന്റെ ഇൻട്രാമോളിക്കുലാർ, അതായത് നമ്മൾ ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്കൂളിലുള്ളവര് തന്നെ പല ഗ്രൂപ്പുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്ത് കോമ്പറ്റീഷൻ നടത്തും അല്ലെ. ഒരു സ്കൂളിലുള്ളവർ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞിട്ട് കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഇൻട്രാ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് തന്നെ അല്ലെ. അതുപോലെ തന്നെ ആന്തര തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രയിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഹൈഡ്രജൻ ആറ്റം സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനമാണ് ആന്തര തന്മാത്ര ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആന്തര തന്മാത്ര ബന്ധനം എന്ന് പറഞ്ഞാൽ ഒരേ തന്മാത്രയിലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഹൈഡ്രജൻ ആറ്റം സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനമാണ് ആന്തര തന്മാത്ര ബന്ധനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫീനോൾ എക്സാമ്പിൾ ആണ് ഇതിന്. നോക്കുക, ഓർത്തോ നൈട്രോഫീനോൾ. ഇവിടെ നോക്കുക, ഈ രണ്ട് ഓക്സിജന്റെ ഇടയ്ക്കാണ് ഏത് ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നത് അല്ലെ. ഹൈഡ്രജൻ രണ്ട് ഓക്സിജൻ മോളിക്യൂൾസിന്റെ സെന്ററിലാണ് ഹൈഡ്രജൻ ആറ്റം ഇരിക്കുന്നത്. ഈ ഹൈഡ്രജൻ ആറ്റം തൊട്ടടുത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഓക്സിജൻ ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു അല്ലെ. ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, ഇവർ തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ ഹൈഡ്രജൻ തൊട്ടടുത്തുള്ള ഓക്സിജനുമായിട്ട് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നു, അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നു. ഇതുമായിട്ട് സാധാരണ കോവാലൻ ബോണ്ട് തന്നെയാണ്. നോക്കുക, ഈ ഓർത്തോ നൈട്രോഫീനോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇതിന് ആന്തര തന്മാത്ര ബന്ധനത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താണ് പഠിച്ചത്? നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്ന് പറഞ്ഞു. അതിന് രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, ആന്തര തന്മാത്ര ഹൈഡ്രജൻ ബന്ധനവും അന്തർ തന്മാത്ര ഹൈഡ്രജൻ ബന്ധനം. ഏതൊക്കെയാണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന മൂലകങ്ങൾ, ഇലമെന്റ്സിനെ കുറിച്ചാണ്. അപ്പൊ ഇലമെന്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് മൂലകങ്ങൾ അല്ലെങ്കിൽ ഇലമെന്റ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് മൂലകം എന്ന് പറയുന്നത്? ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായ ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ ഇലമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് മൂലകങ്ങൾ? ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഈ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. ഇത് ആരാണ്? മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. അതുപോലെ തന്നെ മൂലകങ്ങൾക്ക് ആദ്യമായിട്ട് നിർവചനം നൽകിയതും റോബർട്ട് ബോയിലാണ്. അപ്പൊ എന്താണ് നമ്മൾ റോബർട്ട് ബോയിലിനെ കുറിച്ച് പറഞ്ഞത്? മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. അതുപോലെ തന്നെ മൂലകം എന്ന വാക്കിന് ആദ്യമായി നിർവചനം നൽകിയതും റോബർട്ട് ബോയിലാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യമായി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അത് PYQ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ്. ഇനി നോക്കാം, മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സംവിധാനം, അത് സമ്പ്രദായം നടപ്പിലാക്കിയത് ബെർസേലിയസ് ആണ്. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന രീതി, ആ സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം ഹൈഡ്രജൻ. ഒരു ഫസ്റ്റ് നമ്മൾ പീരിയോഡിക് ടേബിളിലെ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പീരിയോഡിക് ടേബിൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലിമെന്റ് ആണ്, ഫസ്റ്റ് മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ പ്രതീകം ഏതാണ്? എച്ച് ആണ്. ഹൈഡ്രജൻ എച്ച്. രണ്ടാമത്തെ ഹീലിയം He ഉണ്ടോ? ഇങ്ങനെ ഈ മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകം. അപ്പൊ ഹൈഡ്രജന്റെ പ്രതീകം ഏതാണ്? എച്ച്. ഹീലിയം HE ആണ് ഹീലിയം. നെക്സ്റ്റ് ലിഥിയം. ലിഥിയത്തിന് LI ആണ് ലിഥിയം. ബെരീലിയം BE. ബോറോൺ B. കണ്ടോ? ഇങ്ങനെ ഓരോ മൂലകങ്ങൾക്കും ഇലമെന്റ്സിനും അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ബെർസേലിയസ്. ഇനി നോക്കാം, പുതുതായി നമ്മൾ കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന സ്ഥാപനമാണ് IUPAC. എന്താണ്? പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അതുപോലെ തന്നെ അംഗീകാരവും നൽകുന്നത് IUPAC ആണ്. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതാണ് IUPAC. അപ്പോൾ പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന സ്ഥാപനമാണ് IUPAC, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അതാണ് ഇതിന്റെ ഫുൾ ഫോം. അതിന്റെ IUPACയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ച് ആണ്. ഏതാണ്? സൂറിച്ച്. എവിടെയാ? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് IUPACയുടെ ആസ്ഥാനം. ഈ IUPAC രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1919 1919 IUPAC രൂപീകരിച്ചത്. IUPAC രൂപീകരിച്ച വർഷം 1919. ആസ്ഥാനം സൂറിച്ച്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ആസ്ഥാനം. IUPAC എന്ന് പറയുന്നത് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത് IUPAC ആണ്. ഓക്കെ, ആസ്ഥാനം സൂറിച്ച്. ഓക്കെ, രൂപീകരിച്ച വർഷം 1919. ഓക്കെ, ഇനി 2016 IUPAC നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ് നിഹോണിയം. ഏതാണ്? നിഹോണിയം. അതിന്റെ പ്രതീകം ഏതാണ്? NH. താഴെ അറ്റോമിക് നമ്പർ ഉണ്ട്. 113ാമത്തെ എലമെന്റ് ആണ്. പീരിയോഡിക് ടേബിളിലെ 113ാമത്തെ എലമെന്റ് ആണ് നിഹോണിയം. നിഹോണിയം NH. മോസ്കോവിയം MC. അതിന്റെ പ്രതീകം ഏതാണ്? MC ആണ്. മോസ്കോവിയം 115 ആണ്. അടുത്ത ടെന്നിസൈൻ TS. പ്രതീകം TS. എത്രാമത്തെ എലമെന്റ്? 117ാമത്തെ. ഓർഗാനസോൺ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആവർത്തന പട്ടികയിലെ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് ആണ് ഓർഗാനിസോൺ എന്ന് പറഞ്ഞു. OG എത്രാമത്തെ? 118ാമത്തെ മൂലകമാണ്. 118ാമത്തെ എലമെന്റ് ആണ് ഓർഗാനസോൺ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ 2016 IUPAC നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്.
നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൈൻ, ഓർഗാനസോൺ. ഇതൊക്കെ ഏതാണ് 2016 IUPAC നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. ഇനി നോക്കുക, നിഹോണിയം. ജപ്പാൻ ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം. അതും PYQ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ജപ്പാൻ ആദ്യമായി കണ്ടെത്തിയ മൂലകം, ജപ്പാൻ ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം. നിഹോണിയം. ഇനി കുറച്ച് മൂലകങ്ങളൊക്കെ എന്താണ് രാജ്യങ്ങളുടെ പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങളുടെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടതാണ്. 2-3 എക്സാമ്പിൾ നോക്കാം. ജപ്പാനിൽ നിന്ന്, ജപ്പാന്റെ പേരിനോട് സാദൃശ്യമായിട്ട് ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പേരിൽ നിന്ന് വന്നേക്കുന്ന ഒരു മൂലകമാണ് നിഹോണിയം. ഓക്കെ, ജപ്പാന്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് ഏത് നിഹോണിയം. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ, റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നാണ് ഏത് പേര് കിട്ടിയത്? മോസ്കോവിയം. റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട പേരാണ് ഏത്? മോസ്കോവിയം. നെക്സ്റ്റ്, അമേരിക്കയിലെ ടെന്നീസി എന്ന് പറഞ്ഞ ടെന്നീസിയിൽ നിന്ന് രൂപീകരണം ചെയ്യപ്പെട്ടതാണ് ടെന്നിസൈൻ. അമേരിക്കയിലെ ടെന്നീസിൽ നിന്ന് രൂപകരണം ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ പേരിനോട് റിലേറ്റ് ചെയ്ത് നാമകരണം ചെയ്യപ്പെട്ട ഒരു മൂലകമാണ് ടെന്നിസൈൻ എന്ന് പറയുന്നത്. ടെന്നിസൈൻ. ഇതുകൂടാതെ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് രാജ്യങ്ങളുടെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളാണ്. ഇതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട കുറച്ച് മൂലകങ്ങളുണ്ട്. 2-3-4 ഞാൻ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? ശാസ്ത്രജ്ഞ ഐൻസ്റ്റീനിയം, ഐൻസ്റ്റീനിയം, ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു മൂലകമാണ് ഐൻസ്റ്റീനിയം. റൂദർഫോർഡിയം, ഏണസ്റ്റ് റൂദർഫോർഡ് അല്ലെ, ഏണസ്റ്റ് റൂദർഫോർഡിന്റെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ടതാണ് റൂദർഫോർഡിയം. ഏതാണ് അതിന്റെ പ്രതീകം? ഏതാണ്? RF ആണ്, റൂദർഫോർഡിയം. നെക്സ്റ്റ്, ബോറിയം. BH, അതിന്റെ പ്രതീകമാണ് BH, ബോറിയം. നീൽസ് ബോറിന്റെ ശാസ്ത്രജ്ഞനായ നീൽസ് ബോറിന്റെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട മൂലകമാണ് ബോറിയം. BH പ്രതീകം. മെന്റലിന്റെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു ഇലമെന്റ് ആണ്, മൂലകമാണ് മെന്റലേവിയം. MD എന്ന് പറഞ്ഞ അതിന്റെ പ്രതീകങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മൂലകങ്ങൾക്ക് പേര് നൽകിയത് ഒന്നിൽ രാജ്യങ്ങളിൽ നിന്ന് പേര് സ്വീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ നിന്ന് നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഓരോ മൂലകങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആവർത്തന പട്ടികയിൽ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ മൂലകങ്ങൾ, അതിന്റെ പ്രതീകങ്ങൾ, ആറ്റോമിക് നമ്പർ ഒക്കെ പഠിക്കാനുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 20 എലമെന്റിന്റെ ആറ്റോമിക് നമ്പറും പ്രതീകവും ഒക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം. ഇതൊക്കെ ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളാണ്. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം. ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 46.6%, 46.6%. സിലിക്കൺ എത്രയാ? 27.7%, 27.7%. അലൂമിനിയം എത്ര? 8.3%, 8.3%. അയൺ 5.1%, 5.1%. നെക്സ്റ്റ്, കാൽസ്യം എത്രയാണ്? 3.6, 3.6% ഏത് കാൽസ്യവും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളാണ്. എന്നാൽ നോക്കാം, നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. നൈട്രജൻ എത്ര ശതമാനം ഉണ്ട് നമ്മുടെ അന്തരീക്ഷ വായുവിൽ? നൈട്രജന്റെ അളവ് 78% അല്ലെ, 78% നൈട്രജൻ ആണ്. നൈട്രജൻ എത്രയാണ്? 78%, 78% നൈട്രജൻ. ഓക്സിജൻ എത്രയാണ്? 21% ഓക്സിജൻ. എത്രയാണ്? 21% ഓക്സിജൻ. ആർഗൺ 0.9% ആർഗനുമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളും അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി ഈ മൂലകങ്ങളെ കുറിച്ച് ജസ്റ്റ്
കുറച്ച് കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എലിമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഞാൻ കുറച്ച് ആദ്യത്തെ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഒരു 10 മൂലകങ്ങളും അതിൻ്റെ പ്രതീകങ്ങളും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ്റെ പ്രതീകം നമ്മൾ പറഞ്ഞു ഏതാണ്? H ആണ്. ഹൈഡ്രജൻ എത്രാമത്തെയാണ്? 1-മത്തെയാണ് അല്ലെ. അറ്റോമിക് നമ്പർ എത്രയാണ് ഹൈഡ്രജൻ്റെ? 1 ആണ് ഹൈഡ്രജൻ. നെക്സ്റ്റ് ഹീലിയം എത്രയാണ്? പ്രതീകം He ആണ്, 2-മത്തെയാണ്. ലിഥിയം Li, പ്രതീകം ഏതാണ്? ലിഥിയം എന്ന് പറഞ്ഞ എലമെന്റിന്റെ മൂലകത്തിന്റെ പ്രതീകമാണ് Li. എത്രാമത്തെയാണ്? 3-മത്തെ. നെക്സ്റ്റ് ബെരീലിയം Be, 4-മത്തെ എലമെന്റ് ആണ്. 5-മത്തെ ഏതാണ് പീരിയോഡിക് ടേബിളിലെ 5-മത്തെ എലമെന്റ്? ബോറോൺ. B ആണ്. കാർബൺ 6. സി നൈട്രജൻ എത്ര? നൈട്രജന്റെ N. ഓക്കെ, 7-മത്തെ. നെക്സ്റ്റ് ഓക്സിജൻ 8-മത്തെ എലമെന്റ് ആണ്. ഫ്ലൂറിൻ 9-മത്തെ. F ആണ് അതിന്റെ പ്രതീകം. നെക്സ്റ്റ് നിയോൺ 10-മത്തെ ആണ് പീരിയോഡിക് ടേബിളിലെ 10-മത്തെ എലമെന്റ് ആണ് നിയോണിന്റെ പ്രതീകം എത്രയാണ്? Ne ആണ്. അപ്പൊ അങ്ങനെ ഓരോ എലമെന്റും പ്രതീകങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പീരിയോഡിക് ടേബിൾ ആവർത്തന പട്ടികയിൽ പഠിക്കാം. എന്തായാലും നമ്മൾ ആദ്യത്തെ 20 എലമെന്റിന്റെ എന്തായാലും നമ്മൾ അതിന്റെ പേരും അതിന്റെ പ്രതീകവും അറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ആദ്യം പഠിച്ചത് അല്ലേ. ഹൈഡ്രജൻ ബോണ്ടിങ് 2 തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്, ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും പഠിച്ചു. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെറിയതായിട്ട് എന്താണ് എലമെന്റ്സ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, കുറച്ച് എലമെന്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.